ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നബിദിനത്തിന് നിങ്ങൾക്ക് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാലിഗ്രാഫി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പങ്കെടുക്കാൻ പറ്റുന്നൊരു രീതിയും ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാലിഗ്രാഫി പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷും അറബിക്കും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഞാൻ പഠിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന കമൻസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു മസ്ജിദിൻ്റെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വരക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഞാൻ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്ക് പെന്ന് വെച്ചിട്ട് ചെയ്യാം. പെന്ന് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പിന്നെ നിങ്ങൾ മാർക്കറും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കാലിഗ്രാഫി നിങ്ങൾ ഈ കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്കതിൽ, അതായത് നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കൽ തുടങ്ങുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് കുറേ മക്കൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കാലിഗ്രാഫി ഒന്ന് സിമ്പിളായിട്ടുള്ളത് ചെയ്യാൻ പറ്റുമോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് അതൊരു പെന്ന് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊരു നല്ലൊരു മെത്തേഡല്ല, കാരണം ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു കംപ്ലീറ്റ് പെയിൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാർക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് പെന്ന് കുറച്ചുകൂടെ ബെറ്ററാണ് കേട്ടോ നമുക്ക് പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ഇംഗ്ലീഷ് കാലിഗ്രാഫി കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ക്ലാസ് നടക്കുന്നത്. കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കാനായിട്ട് ഫ്രീ ആയിട്ടാണ്, കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ്. ഞാനൊരു ഫീസും നിങ്ങൾക്ക് വാങ്ങിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്തിനായിരിക്കും ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നത് അല്ലേ, നിങ്ങൾക്ക് എന്തായിട്ടൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വെച്ചാൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് തന്നെ ഫ്രീ ആയിട്ട് ക്ലാസ്സും കറക്ഷൻസും കാര്യങ്ങളൊക്കെ തരുമ്പോൾ എന്താവും, അവിടെ ഒരു റീച്ച് ഉണ്ടാവും, നമ്മുടെ ചാനലിൽ റീച്ച് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇതുപോലെ ഒരു ഉള്ളിലേക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് എനിക്ക് പിന്നെ തോന്നി അതൊരു ഫോൾട്ടാണ്, നമുക്കങ്ങനെ ഇതിൽ ചെയ്യാൻ പറ്റില്ല. അതായത് കറക്റ്റ് കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുത്താലേ അതൊരു കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കി വരച്ചാൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് കൈവച്ച് വരച്ചതാണ്. അപ്പോൾ എന്തായിട്ടുണ്ട്, അവിടെ ഒരു പിക്ചർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കാലിഗ്രാഫി ചെയ്യാൻ പോകുന്നത് അല്ലേ, കാരണം കാലിഗ്രാഫി കോമ്പറ്റീഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പിക്ചർ കൂടി ഇൻക്ലൂഡ് ആക്കിയെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ മക്കളും ഫസ്റ്റിൽ കാലിഗ്രാഫി കോമ്പറ്റീഷന് വേണ്ടി മാത്രം പങ്കെടുക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മളൊരു പിക്ചറും കൂടെ ആഡ് ചെയ്താൽ കാലിഗ്രാഫി കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിൽ മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഒന്ന് എഴുതട്ടോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു പെൻസിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഡബിളാക്കി എടുക്കണം. അപ്പോൾ അതായത് ഒന്ന് കട്ടി വരുത്തിക്കണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കട്ടി വരുത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യം പെൻസിൽ വെച്ച് വരച്ച സ്ഥലത്ത് ഒന്നും കൂടെ ഒന്ന് ഡബിളാക്കി കൊടുക്കുന്നെന്ന് മാത്രം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ലേ, സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. ഇനി നമുക്കത് ഒന്നും കൂടെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളറ് കൊടുക്കട്ടോ. പിന്നെ അതുപോലെ നമുക്കിതിൽ ഹർക്കത്തൊക്കെ വേണം. അപ്പോൾ നമ്മൾ എഴുതുന്ന വേർഡിനനുസരിച്ചുള്ള ഹർക്കത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുക. കൂടുതലും പിക്ചർ നോക്കുന്നതായിരിക്കും നല്ലത് ബിഗിനേഴ്സിനൊക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ഡബിൾ പെൻസിൽ അറബി കാലിഗ്രാഫി ഫ്രീ കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കാലിഗ്രാഫി ഫ്രീ കോഴ്സ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് അടക്കമാണ് കേട്ടോ ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതിലൊന്നും ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ അറിവിൽ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹർക്കത്തുകൾ കാര്യങ്ങളൊക്കെ സിമ്പിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിതൊന്ന്
വീണ്ടും കളർ ചെയ്ത് കൊടുക്കണം. പെന്ന് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ നല്ല ഭംഗിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് കാണുന്നത് നിങ്ങളുടെ പേര് ഒന്ന് കമൻറ്റിൽ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ നെയിം ഞാൻ നെയിം വീഡിയോ സെക്ഷനിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഷോർട്ടിൽ നെയിം വീഡിയോ ആക്കിയിട്ട് ഇടുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് പങ്കെടുക്കുക, മത്സരത്തിന് പങ്കെടുക്കുക, എന്നിട്ട് നന്നായിട്ട് എന്തായാലും സമ്മാനമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സമ്മാനമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കും. സമ്മാനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയ വർക്ക് എന്ത് ചെയ്യുക, ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു നഷ്ടമൊന്നുമില്ലല്ലോ, പക്ഷേ എനിക്കൊരു സബ്സ്ക്രൈബർ കൂടിയല്ല, അത്രയും അൽഹംദുലില്ലാ എനിക്ക് അത്രയും നല്ലൊരു ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.